എവരി വൺ എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ? ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശനിയും ഞായറും നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബിടെക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബിടെക്കിന് പോകുന്ന ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. എത്ര പേര് ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എല്ലാവരും പെട്രോൾ അടിക്കുന്ന ആൾക്കാരാണല്ലോ, അതായത് എല്ലാവർക്കും വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പെട്രോൾ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയുടെ പെട്രോൾ, 200 രൂപയുടെ പെട്രോൾ, 150 രൂപയുടെ പെട്രോൾ. അപ്പോൾ പെട്രോൾ പമ്പുകാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 രൂപയുടെ 150 രൂപയുടെ പെട്രോളൊക്കെ ഉണ്ടല്ലോ, അവർ കോമൺ ആയിട്ട് അടിക്കുന്ന പെട്രോളൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കും. അതായത് 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കും, ചിലപ്പോൾ 100 രൂപയുടെ പെട്രോൾ എല്ലായിരിക്കും നമ്മൾ കിട്ടുന്നത് നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 101 രൂപയുടെ പെട്രോളൊക്കെ അടിക്കണം, 101, 102. നമുക്ക് നോർമലി അടിക്കാത്ത പെട്രോളിൻ്റെ കണക്ക് വെച്ചിട്ട് അടിക്കണം. അപ്പം പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് ടോട്ടൽ പെട്രോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അല്ലാതെ നമ്മൾ ഈ 100, 150 ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 100 രൂപയുടെ പെട്രോൾ അത് സെറ്റ് ചെയ്തില്ല. പക്ഷേ നമുക്ക് കാണുന്നത് എന്തായിരിക്കും, 100 രൂപയെന്ന് തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് പെട്രോൾ നമ്മുടെ ടാങ്കിൽ കിട്ടുന്നത് ചിലപ്പോൾ 100 രൂപയുടെ പെട്രോൾ ആവണമെന്നില്ല. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്കാണല്ലോ, കോളേജിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു വ്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങളെയും കൂടെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വെറുതെ എടുത്തൊരു വ്യൂ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിഡ്ജില്ലേ, ബ്രിഡ്ജ് അപ്പുറത്ത് കായൊരു ടൈപ്പ്, ഇത് എന്തോ പുല്ലിക്കാവ് എന്തോ ആണെന്തോ അങ്ങനെങ്ങാണ്ട് പറഞ്ഞ എന്തൊരു ആറാണ് ഈ വഴി പാലമാണ് കേട്ടോ, ആറല്ല. അപ്പം ഞാനിതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളേജിലോട്ട് പോകുന്ന അത്. അപ്പോൾ ഇതിന് ലെഫ്റ്റ് സൈഡിൽ മറ്റേ ടൂറിസം ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ടൂറിസത്തിൻ്റെ കുറച്ച് സെറ്റപ്പാണ് ഇങ്ങനെ കാണുന്നത്. കായൽ പോലെ സംഭവം വെച്ചിട്ട് ബോട്ടൊക്കെ വെച്ച് പരിപാടി ഉണ്ടല്ലോ. അപ്പം ലെഫ്റ്റ് സൈഡിൽ മറ്റേ ഹോസ്റ്റലുമാണ്. പിന്നെ ഇവിടെ എന്തോ ആർട്സിൻ്റെ എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ കോളേജ് നിൽക്കുന്ന ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സെൻറ്റ് തോമസ് ഇല്ലേ, കൊഴുവല്ലൂർ എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂർ. അപ്പോൾ അവിടുത്തെ ഒരു കോളേജാണ്. ഈ കോളേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളേജിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന എല്ലാ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് ചില കോളേജുകളിൽ മാത്രം കാണുന്നൊരു ഒരു കോഴ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഉണ്ടല്ലോ, അഗ്രികൾച്ചർ ഈ കോളേജിൽ കിട്ടും. അപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ കുറച്ച് കോളേജുകളെ ഈ അഗ്രികൾച്ചർ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കോളേജാണിത്. ഇപ്പോൾ ഒരു സമയം 10:05 കാണും. ഒന്നും എഴുതാനില്ലാത്തതുകൊണ്ട് താമസിച്ചു വന്നിട്ടും കുഴപ്പമില്ലല്ലോ. അരമണിക്കൂർ എഴുതാനുള്ളതേ കാണത്തുള്ളൂ. പ്രത്യേകിച്ച് ഞാനൊന്നും പഠിച്ചിട്ടുമില്ല. ഗൈസ്, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ മറ്റേ വോയിസ് സൗണ്ട് കുറവായിട്ട് തോന്നിയായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റേ വർക്കിംഗ് പ്രൊഫഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക് നമുക്ക് വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ബിടെക് എടുക്കാവുന്ന ഒരു പരിപാടിയുണ്ട്. ഈ K2ൻ്റെ അല്ല, ACT തന്നെ. ACT ആണ് നമ്മൾ ഇന്ത്യയിൽ ഇതിപ്പോൾ ബിടെക് പോലെയുള്ള എൻജിനീയറിംഗ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതും വോയിസ് കുറവായത് കൊണ്ട് തന്നെ ഞാൻ വോയിസും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം ഈ പാർട്ട് ടൈം ആയിട്ടായിരുന്നു നടന്നുകൊണ്ട്. പാർട്ട് ടൈം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവരെക്കാട്ടിൽ വ്യത്യസ്തമായിട്ടൊരു പരിപാടി നടക്കുക. അതായത് നമ്മൾ 3 വർഷം കൊണ്ട്, അതായത് ലാറ്ററൻ്റ് വഴിയൊക്കെ നമ്മൾ കയറുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് തീർക്കേണ്ട പരിപാടി പാർട്ട് ടൈം ആയിട്ട് കയറുമ്പോൾ 4 വർഷം കൊണ്ട് തീർക്കും. ഇപ്പം വർക്കിംഗ് പ്രൊഫഷൻ വന്നപ്പം അതൊന്നുമില്ല. ഓൾറെഡി പിള്ളേർ നമ്മുടെ നോർമൽ കോളേജ് ക്ലാസ് നടക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലാസ് നടക്കും. അതായത് അവർ എക്സാം എഴുതുമ്പോൾ നമ്മളും എക്സാം എഴുതും. അപ്പോൾ നമുക്ക് അതിന് പ്രത്യേകിച്ച് ടൈം കളയേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ചേച്ചി മുഖം കാണിക്കുക. അപ്പോൾ ഇത് ഞങ്ങളോട് വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ്. വർക്ക് ചെയ്യുന്നതല്ല, ഞങ്ങളുടെ പഠിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ അവരുടെയും കൂടെ വിഷ്വൽ എടുത്തില്ലെങ്കിൽ എന്തായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതൊക്കെ ഗുഡ് ബൈ.